നിങ്ങൾ അമിത ശരീരഭാരമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറയ്ക്കാൻ ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിലോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു എക്സ്ട്രീം ട്രാജഡി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു മനുഷ്യനും ഒരു ജീവിക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു എക്സ്ട്രീം ട്രാജഡി. അത് മറ്റൊന്നുമല്ല, ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും 99% ആളുകളും അവരുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നോക്കൂ, ശരീരഭാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാറ്റ് മാത്രമല്ല എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് ഫാറ്റ് മാത്രമല്ല, മസിലുകൾ കൂടിയാണ്. ഓക്കെ, ഈ അമിത വണ്ണത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി, മസിലെങ്കിൽ മസിൽ, ഫാറ്റെങ്കിൽ ഫാറ്റ്, ഒന്ന് കുറഞ്ഞൊരു 100 കിലോ എന്നൊരു 80 ആയാൽ മതി എന്ന് വിചാരിക്കും. പക്ഷേ അവിടെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു വലിയ വിപത്തിരിക്കുന്നത്. സോ മനസ്സിലാക്കുക, ഒരിക്കലും ശരീരഭാരം കുറയുന്നത് ആരോഗ്യത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ യുവത്വത്തിൻ്റെയോ ലക്ഷണമല്ല. നിങ്ങൾക്ക് ശരീരഭാരം കുറഞ്ഞു വരുന്നതിനോടൊപ്പം നിങ്ങളുടെ മസിലുകൾ കൂടി കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മെറ്റബോളിക് ഏജ് കൂടുകയാണ്, നിങ്ങളുടെ മെറ്റബോളിസം ഡൗൺ ആവുകയാണ്. മസിലുകളാണ് നമുക്ക് യൗവനം നൽകുന്നത്, നമുക്ക് സ്ട്രക്ചർ നൽകുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മസിലാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലുകൾ തന്നെയാണ്. സോ ഈ മസിലുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾ വണ്ണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഒരാളും പറയത്തില്ല നീ നല്ല മെലിഞ്ഞു, ഇപ്പം നല്ല വൃത്തിയായെന്ന് പറയത്തില്ല. നിങ്ങളെ കാണുന്നവർ ഉറപ്പായിട്ടും പറയും നിങ്ങൾക്ക് ഡയബറ്റിക് പിടിച്ചോ, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. പല കമ്പനികളുടെ ജ്യൂസ് മേടിച്ച് കുടിച്ചും പല ക്രാഷ് ഡയറ്റ് എടുത്തും വണ്ണം കുറഞ്ഞ ധാരാളം ആളുകൾ ഈ പറച്ചിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കഷ്ടപ്പെട്ട് വണ്ണം കുറച്ചിട്ടും ആളുകൾ പറയുന്നത് നിനക്കെന്ത് വയ്യേ എന്നാണ്. സോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് 1 ഗ്രാം മസിൽ പോലും പോകാതെ കൃത്യമായിട്ട് ഫാറ്റ് മാത്രം കുറച്ചുകൊണ്ട് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മെലിഞ്ഞിരിക്കുന്ന ഒരു സിംഹത്തിനെ കാണുമ്പോൾ ആരും ഇത് യുവാവായ സിംഹമാണെന്ന് പറയത്തില്ല. മസിലുകൾ പോയ സിംഹത്തിനെ കിളവൻ സിംഹം എന്നേ പറയൂ. മസിലുകൾ പോയ പട്ടിയെ കിളവൻ പട്ടി എന്നേ പറയൂ. മസിലുകൾ ഇല്ലാത്ത ഒരു കാളയെ കിളവൻ കാള എന്നേ പറയൂ. അതൊരിക്കലും യുവാവല്ല, അത് മനുഷ്യനിലും അങ്ങനെയാണ്. മസിലുകളാണ്. മസിലുകൾ എന്ന് പറയുമ്പോൾ ചെസ്റ്റും ബൈസപ്സും ഇതൊന്നും മാത്രമല്ല, നിങ്ങളുടെ കവിളിലും കണ്ണിലും ചെവിയിലും ഒക്കെ ഇരിക്കുന്ന മസില. ഇത് ഫുള്ള് മസില. ഇതിന്റെ ഡെൻസിറ്റി പോയാൽ, ഇതിന്റെ ആ ഒരു സ്ട്രെങ്ത് പോയാൽ നിങ്ങൾ കളവനായി. നിങ്ങളുടെ പ്രായം കൂടി. ഒരിക്കലും വണ്ണം കുറയുമ്പോൾ നിങ്ങളുടെ പഴയ പ്രായത്തിലേക്ക് വരുമെന്ന് തെറ്റിദ്ധരിക്കരുത്. സോ എങ്ങനെയാണ് നമുക്ക് ശരീരഭാരം റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഫാറ്റ് മാത്രം കുറച്ചുകൊണ്ട് മസിൽ പോകാതിരിക്കാൻ ശ്രമിക്കുന്നത്? മസിലും കൂടി തളഞ്ഞ് ശരീരഭാരം കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ക്രാഷ് ഡയറ്റ് എടുത്താലും നിങ്ങൾ ആഹാരം കഴിക്കാതെയൊക്കെ ഇരുന്നാൽ അങ്ങനെ കുറയും. പക്ഷേ എങ്ങനെയാണ് കൃത്യമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നത്? അതിന് കൃത്യമായ ബാലൻസ് ഡയറ്റ് പ്ലാൻ എടുത്ത്, പ്രോട്ടീൻ ഇൻടേക്ക് ഹൈ ആയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് കൃത്യമായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എവിടെ നിന്നാണ് ഇത്തരത്തിൽ ബാലൻസ് ഡയറ്റ് പ്ലാൻ കിട്ടുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് നല്ല നോളജ് ഉള്ള ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് ഈ ഡയറ്റ് പ്ലാൻ എഴുതി മേടിക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാണുന്നവർ പറയും നിങ്ങൾ യുവാവോ യുവതിയോ ആയിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്ന എല്ലാ സെലിബ്രിറ്റീസും ഇങ്ങനെയാണ് അവരുടെ ശരീരഭാരം റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ പട്ടിണി കിടന്നിട്ടല്ല. സോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനായിട്ട് എൻ്റെ പേജും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും.